back to our YouTube channel. The Mad Couple. നമ്മൾ ഇന്ന് ആയ യൂണിവേഴ്സ് തപ്പി ഇറങ്ങിയതാണ്. നേരെ വെച്ച് പിടിക്കുന്നത് വാഫി മാളിലേക്കാണ്. ആയ എന്താണെന്ന് അറിയാനുള്ള ഒരു ത്രില്ലിലാണ് ഞങ്ങൾ. വാഫിയിലും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. ആയ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ട്, ലൈറ്റ്, സൗണ്ട്, ടെക്നോളജി എല്ലാം കൂടി ചേർന്ന ഒരു മായാ ലോകമാണ് ആണെന്നാണ് പറയുന്നത്. ഒരു ഈജിപ്ഷ്യൻ കൾച്ചറിൽ സ്റ്റൈലിഷ് ചെയ്തിരിക്കുന്ന മാളാണ് വാഫി. ഈജിപ്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാം. ശരിക്കും മാൾ എക്സ്പ്ലോർ ചെയ്യാനല്ലല്ലോ നമ്മൾ വന്നത്. അതെ, ആയ യൂണിവേഴ്സ്. ആയ യൂണിവേഴ്സ് ഒരു മായാ ലോകം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ആയയെ പറ്റി പറയാം. അതിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 135 ദറംസ് ആണ്. നമ്മൾ ബുക്ക് ചെയ്തത് പ്ലാറ്റിനം ലിസ്റ്റിൽ നിന്നാണ്. സോ 99 ദറംസിന് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടി. ആയയുടെ എൻട്രിയിൽ തന്നെ നമുക്കൊരു പാസ്പോർട്ട് കിട്ടും. അതിലിവിടെ എങ്ങനെയാണ് പോകേണ്ടതെന്നും എത്ര സെക്ഷൻ ഉണ്ടെന്നും ഓരോ സെക്ഷനിലും എന്തെല്ലാമാണെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്. മാത്രമല്ല ഗൈഡ്സ് നല്ല എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതാണ് സെക്ഷൻ ലൂണ. ഒരു മിറർ റൂമിൽ സ്റ്റാർസ്, പ്ലാനറ്റ് കൺസെപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ലൂണയുടെ ഡെഫിനിഷൻ അവർ കൊടുത്തിരിക്കുന്നത് ട്രാവൽ ബിയോണ്ട് സ്റ്റാർസ്, സ്റ്റാർസിനും അപ്പുറത്തേക്കുള്ള ഒരു യാത്ര. ശരിക്കും ആ മ്യൂസിക്കും ലൈറ്റും ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ എവിടേക്കോ ആണെന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഇത് വേറൊരു സെക്ഷനാണ് ഫോൾസ്. ഒരു റെയിൻ സെറ്റപ്പാണിത്. ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്ന ഗാർഡ് എടുത്തു. ഇങ്ങനെ 12 സെക്ഷനുകൾ ഇവിടെയുണ്ട്. ഓരോ സെക്ഷനും വാവ് ഫാക്ടേഴ്സ് ആണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ തന്നെ നെക്സ്റ്റ് എന്തായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് തോന്നും. കാരണം ഓരോ സെക്ഷൻ കഴിയും തോറും നമ്മുടെ കയ്യിലെ പാസ്പോർട്ടിൽ അതാത് സെക്ഷന്റെ ലോഗോസ് ഒട്ടിച്ചൊട്ടിച്ചാണ് പോകുന്നത്. അതിലൂടെ നമ്മൾ ഒരു സെക്ഷനും വിട്ടുപോകില്ല. ബട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കാൻ കറക്റ്റായി ഒട്ടിച്ചു പോകണം. ഈ ചൂട് സമയത്ത് കുട്ടികളുമായി പുറത്തു പോകണമെങ്കിൽ ഇവിടെ വരണം. കുട്ടികൾക്ക് ഒരു ഡ്രീം വേൾഡ് ആണിത്. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലൂണ, സെലസ്റ്റിയ, ഫോൾസ് ഈ സെക്ഷനുകളാണ്. ഹാർമോണിയ സെക്ഷൻ വരുമ്പോൾ അവതാർ മൂവിയിലെ പണ്ടോറ വില്ലേജിൽ എത്തിയ പോലെ തോന്നും. ഓരോ സെക്ഷനെയും തീമിനെയും അനുസരിച്ച് ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് റഷ് ആവുമ്പോൾ നമുക്കത് കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റിയില്ല. ഔട്ട്ലാൻഡ് സെക്ഷനിൽ മൈൻഡ് സ്ട്രെസ് റിലീഫിന് പറ്റിയ പ്ലേസ് ആണ്. അതിനുവേണ്ടി ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നിൽ ഒരു ബിഗ് സ്ക്രീനിൽ നല്ല വിഷ്വൽസ് ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല. ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ വേൾഡിൽ തന്നെ എത്തിയതുപോലെ ഫീൽ ചെയ്യും. ആദ്യം കണ്ട ലൂണയിൽ തന്നെ എത്തുമ്പോൾ ശരിക്കും ഒരു സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ഫീലാണ് കിട്ടുന്നത്. സോ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ഇതെല്ലാം. ടൈറ്റ് സെക്ഷൻ ഫുൾ മിറർ ആണ്. തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒറിജിനൽ ആളാണോ അതോ റിഫ്ലക്ഷൻ ആണോ എന്ന് ചിന്തിച്ചു പോകും. സെക്ഷൻ സെലസ്റ്റിയ പ്രായമുള്ള ആൾക്കാരെയും കുട്ടികളാക്കുന്ന സെക്ഷനാണ് ഇത്. ഈ സെക്ഷനിൽ ക്യൂ നിൽക്കുമ്പോൾ ഗാർഡ് വന്ന് സോക്സ് ഇല്ലാത്തവർക്കെല്ലാം സോക്സ് തന്നു. അപ്പൊ കരുതി ഇനി വല്ല വെള്ളത്തിലുള്ള പരിപാടി ആവുമെന്ന്. നെക്സ്റ്റ് ഗാർഡ് വന്ന് എല്ലാ സാധനങ്ങളും ലോക്കറിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മനസ്സിലൊരു ടെൻഷൻ. പിന്നീടാണ് ഇൻസ്ട്രക്ഷൻ ബോർഡിൽ ബോൾ പിറ്റ് കാണുന്നത്. 1.5 മീറ്റർ നീളത്തിൽ ബോൾ നിറച്ച് റൂമിൽ ചാടിക്കളിക്കാം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. മൊത്തത്തിൽ വൈകിട്ട് 6 മണിക്ക് കയറിയ ഞങ്ങൾ രാത്രി 9 മണിക്കാണ് എല്ലാം കണ്ടിറങ്ങിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. താല്പര്യമുള്ളവർ പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഫ്രം മൈ കപ്പിൾസ്.